മനുഷ്യൻ അടിസ്ഥാനപരമായി മുഅ്മിനാണ്. മുഅ്മിൻ അടിസ്ഥാനപരമായി സ്വാലിഹാണ്. എല്ലാ മുഅ്മിനീങ്ങളും അടിസ്ഥാനപരമായി സ്വാലിഹാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ സ്വാലിഹാണ് എന്ന് വിലയിരുത്താൻ ഒരു തെളിവും ആവശ്യമില്ല. അതേ സമയത്ത് അയാൾ സ്വാലിഹല്ല എന്ന് പറയാൻ ചെറിയ തെളിവൊന്നും മതിയാവില്ല. അതിന് വലിയ തെളിവുകളുടെ കൂമ്പാരുണ്ടായാലും പറയുമ്പോൾ ഒന്ന് ഭയപ്പെടേണ്ടി വരും തന്നെ. ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം പഠിപ്പിക്കുന്ന സന്ദേശം അതാണ്. ജീവിതത്തിൽ ഒന്നിനെയും ഇൻസൾട്ട് ചെയ്യാതിരിക്കുക. മൃഗങ്ങളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും. ജീവിതത്തിൽ ഒരു വസ്തുവിനെയും ഒരാളെയും ഇൻസൾട്ട് ചെയ്യാതിരിക്കുക. പിരാന്തനെ പിരാന്ത എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നവൻ ഓൻ്റെ നന്മ തിന്മ എഴുതിയ കിതാബും കെട്ടേറ്റ് ഹിസാബിന് വരിക്കുമ്പോൾ പിരാന്തൻ ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിലാണ് പോകും. മനസ്സിലായില്ല? മനുഷ്യന്മാരെ പിരാന്തൻ അനുഭവിക്കുന്ന രണ്ട് സുഖമുണ്ട്. ഇന്നിപ്പോൾ പിരാന്തന്മാരെ പറ്റിയിട്ട് വയലറിയാമെന്നാണ് തോന്നണേ. ഞാനിങ്ങനെ ഈ തെക്ക് ഭാഗത്തൊരു പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. അപ്പോൾ പണ്ടൊക്കെ അകത്തുനിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമുക്ക് പുറത്ത് കൊടുന്നേരും, എന്നിട്ട് നമുക്ക് തിന്നും, അങ്ങനെയല്ലോ. ഇപ്പോൾ പുറത്തുനിന്ന് ഉണ്ടാക്കിയിട്ട് വാങ്ങിയാണ്ട് നമ്മൾ അകത്ത് പോയിരുന്നു കഴിക്കണം. അങ്ങനെയാണ് പുതിയ പരിപാടി. അങ്ങനെയാണ്. അപ്പോൾ തെക്കുന്ന് ഇങ്ങനെ പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു. അപ്പം അങ്ങനെ എന്തോ ചായയും എന്തോ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പിരാന്തം വന്നിട്ട് ക്യാഷിലിരിക്കുന്ന ആളങ്ങനെ കുറേ നേരം നോക്കി ഇങ്ങനെ നിന്നു. അപ്പോൾ അയാൾക്ക് മനസ്സിലായി എന്തേലും തിന്നാൻ കിട്ടാനാണ് വന്നതെന്ന് മനസ്സിലായി. ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റിൽ കുറച്ച് ഭക്ഷണം, അതിൽ തന്നെ കറിയൊക്കെ ഒഴിച്ചിട്ട് കൂട്ടാനൊക്കെ വെച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഈ കാഷ്യർ, അത് മുതലാളിയാണെന്ന് എനിക്ക് തോന്നുന്നത്, മുതലാളി കൊണ്ടേ കൊടുത്തു. അപ്പോൾ ആ പിരാന്തൻ അതേറ്റ് പോയിട്ട് ഒരു മതിലിൻ്റെ മേലെ കയറി ഇരുന്നിട്ട് അത് മുഴുവൻ തിന്ന് ആ പാത്രം ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് അതായിട്ട് ഇങ്ങനെ നടന്നു. അപ്പോൾ ഞാൻ ഇതിങ്ങനെ നോക്കി, എന്താ ഇപ്പോൾ ഇയാളീ കാട്ടണത്? എനിക്ക് ഈ പിരാന്തന്മാരെ നോക്കണ പണിയുണ്ട്, അല്ല അതുകൊണ്ടല്ല ഇപ്പോൾ ഈ നടക്കണേ വായ നടക്കണേ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു വെച്ചാൽ ഇതിങ്ങനെ ഇയാൾക്ക് എന്താ ഈ കാട്ടണേന്ന് നോക്കിയിട്ട് ഇങ്ങനെ നടന്നു. കുറേ നേരം ഇങ്ങനെ നടന്നിട്ട് അവസാനം ഒരു മരത്തിൻ്റെ ചോട്ടിൽ വലിയൊരു വേസ്റ്റിൻ്റെ ബോക്സ് വെച്ചിട്ടുണ്ട്, അതിൽ കൊണ്ടുപോയിട്ടു. ബുദ്ധി ഉണ്ട് എന്ന് പറഞ്ഞ ചങ്ങായി തിന്നോടത്തുനിന്ന് പാത്രം എടുക്കാതെ നീച്ചു പോയിട്ടുണ്ട്. ആർക്കാ ശരിക്കും പിരാന്ത്? അയാൾക്കാ ഞമ്മക്കാ ഒറിജിനലായിട്ട് പിരാന്തുള്ള? ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഈ പിരാന്തിന് കുറേ മക്കാമുണ്ട്. അതായത് എപ്പോഴും പിരാന്ത്, അങ്ങനെ ഒന്നുണ്ട്. എപ്പോഴും പിരാന്ത്, അങ്ങനെ ചില ആൾക്കാരുണ്ട്. ചില സമയത്ത് മാത്രം പിരാന്തുള്ളവരുണ്ട്, എപ്പോഴും ഉണ്ടാവില്ല, അങ്ങനെയുള്ളവരുണ്ട്. ചില വിഷയത്തിൽ മാത്രം ഭ്രാന്തുള്ളവരുണ്ട്, എല്ലാ വിഷയത്തിലും ഉണ്ടാവില്ല, അങ്ങനെയുണ്ട്. ചില വിഷയത്തിൽ ചിലപ്പോൾ ഭ്രാന്തുണ്ട്, അതിൽ തന്നെ എപ്പോഴും ഭ്രാന്തില്ല, അങ്ങനത്തെവരുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം, ഒരു മനുഷ്യനെയും നമ്മുടെ മാനദണ്ഡങ്ങളെ കൊണ്ട് മാർക്കിടരുത്. നമുക്ക് ചില മാനദണ്ഡം ഉണ്ടാവും, വെച്ചിട്ട് മാർക്കിടാൻ പറ്റില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് മാർക്കിടേണ്ടത് 8ാം ക്ലാസ്സിൻ്റെ മാനദണ്ഡം വെച്ചാണ്, അല്ലാതെ ഡിഗ്രിയുടെ മാനദണ്ഡം വെച്ചല്ല. പേപ്പർ നോക്കുന്ന ആൾ ഡിഗ്രിക്കാരനായിട്ട് അയാളെ മാനദണ്ഡത്തിൽ മാർക്കിടാൻ പറ്റുമോ? പറ്റൂല. പിന്നെയോ 8ാം ക്ലാസ് കുട്ടിക്ക് 8ാം ക്ലാസ്സിൻ്റെ മാനദണ്ഡത്തിലേ മാർക്കിടാവും. ഇവിടെ എന്താ നടക്കണ വെച്ചാൽ നമ്മളെ മാനദണ്ഡത്തിൽ വേറുള്ളവർക്ക് മാർക്കിടാണ്. അങ്ങനെ പോകുമ്പോൾ എല്ലാവരും നരകത്തേക്കുള്ളവരേ കാരണം, സ്വർഗത്തേക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ എല്ലാവരും നരകത്തേക്ക് പോകാനുള്ള കാരണം നമ്മളെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവും. ഓരോരുത്തരും ഇങ്ങനെ എടുത്ത് ആലോചിച്ചാൽ മതി. കുഞ്ഞാമ്മേനെടുത്ത് നോക്കിയാൽ കുഞ്ഞാമ്മ എന്തായാലും നരകത്തിലാവും, ഉമ്മാനെ ചീത്ത പറഞ്ഞു പോകണം. പിന്നെ അബ്ദുറഹ്മാനെടുത്ത് നോക്കിയാൽ അബ്ദുറഹ്മാൻ്റെ കഥ എടുക്കല്ലോ, അറബിനെ പറ്റിച്ച് ചാടിയതാണ്. ഇങ്ങനെ എല്ലാവരും നരകത്തിലേക്ക് കാരണം, സ്വർഗത്തിലാകെ നമ്മൾ മാത്രമാണ് ഉണ്ടാവുക. ഇങ്ങനെ നമ്മളെന്ത് ചെയ്തു വെച്ചാൽ നമ്മുടെ മാനദണ്ഡത്തിൽ മറ്റൊരാൾക്ക് മാർക്ക് കിട്ടും. നമ്മളിങ്ങനെ പള്ളിക്ക് നിസ്കരിക്കുകയാണ്, ലൂറ് നിസ്കാരം. അപ്പോൾ പള്ളിൻ്റെ അടുത്ത് കൂടെ ഒരാൾ ഇങ്ങനെയാണ് നടന്നു പോയി എന്ന് വിചാരിക്കുക. പള്ളിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ ഒരാൾ നടന്നു പോയി. എന്നാൽ ശരിയായ ഒരാൾ വിചാരിക്കേണ്ടത് ആൾക്ക് കക്കൂസ്കോ മുട്ടിയിട്ടേക്കാരം എന്നാണ്. ഇതാണ് മറ്റുള്ളവരെ കുറിച്ച് നല്ല വിചാരം എന്ന് പറഞ്ഞാൽ അയാൾക്ക് അത്യാവശ്യമായിട്ട് കക്കൂസ്കോ ഉണ്ടാവും, അതുകൊണ്ട് പോയതേക്കാരം എന്നാണ്. അതേ നേരത്ത് പിറ്റേന്നും ലോറി നിസ്കാരം നടക്കുമ്പോൾ അയാൾ പോകുന്നുണ്ട്. ഇന്നെന്താ വിചാരിക്കേണ്ടത്? ഇന്നലെ മുട്ടിയ സമയത്ത് ഇന്നും മുട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്നാണ്. ഇങ്ങനെ വിചാരിക്കുമ്പോഴാണ് ഒരു മനുഷ്യനെ പറ്റി നല്ല വിചാരം ഉണ്ടാകുക. മറ്റേത് എല്ലാവരും നരകത്തിലേക്കാരം, നമ്മൾ മാത്രമേ സ്വർഗത്തിലുണ്ടാവുള്ളൂ. അതിനിപ്പോൾ അത്ര വലിയ സ്വർഗ്ഗം ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും പോകാനുള്ള സ്വർഗം വലുതാക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ വളരെ കുടുസായി ചിന്തിക്കരുത്. എന്താ പറയാൻ കാരണം എന്ന് അറിയാം, പിരാന്തനെ പിരാന്ത എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ആള് ഓൻ്റെ ഹിസാബിനുള്ള കിതാബും കെട്ടേറ്റ് വെയിലത്ത് വരിക്കുമ്പോൾ പിരാന്തൻ ഹിസാബില്ലാതെ സ്വർഗത്തിലെത്തിയിട്ടുണ്ടാവും. ജീവിതത്തിൽ ഒരുപാട് പിരാന്തന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ ഒരു പിരാന്തനെ കണ്ടപ്പോൾ പടച്ചോനെ ഹിസാബില്ലാതെ സ്വർഗത്ത് പോകണ ഒരു മനുഷ്യനാണല്ലോ ആ പോണതെന്ന് നമുക്ക് തോന്നിയില്ല എന്നുള്ളതാണ് നമ്മളെ പരാജയം. അപ്പോൾ അവന് 2 ഗുണങ്ങൾ: 1 ടെൻഷനില്ല, 2 പേടിയില്ല.
ഈ രണ്ട് ഗുണമാണ് ഔലിയാക്കൾക്കുള്ളത്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ ലാ ഖൗഫുൻ അലൈഹിം, പേടിയില്ല, വലാ ഹും യഹ്സനൂൻ, അവർക്ക് ടെൻഷനുമില്ല. അപ്പോൾ പേടിയും ടെൻഷനും ഇല്ലാതെ സന്തോഷത്തോടു കൂടെ ജീവിക്കണമെങ്കിൽ രണ്ട് വഴിയേ ഉള്ളൂ. ഒന്നുകിൽ വലിയാകണം, അല്ലെങ്കിൽ പിരാന്തനാകണം. രണ്ട് വഴിയാണുള്ളത്. ഒന്നുകിൽ പിരാന്തനാവുക, അല്ലെങ്കിൽ വലിയാവുക എന്നതാണ്. പിരാന്തനാവാൻ പരിശ്രമിക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് വലിയാകാൻ പരിശ്രമിക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പ് ആഗ്രഹമാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ആഗ്രഹമാണ്. അതുകൊണ്ട് ആഗ്രഹമുണ്ടാക്കാനാണ് ഞാൻ ഇങ്ങനെ സ്വാലിഹീങ്ങളുടെ കഥ പറയണത്. ഞാൻ കരുവാരക്കുണ്ടിനടുത്ത് ജാമിയ ഹസനിയ എന്ന് പറഞ്ഞൊരു കോളേജുണ്ട്. നല്ലൊരു കോളേജാണ്, ജാമിയൻ്റെ ജൂനിയർ കോളേജാണ്, നല്ലൊരു കോളേജ്. അലി ഹസൻ മൊലിയർ എന്ന് പറഞ്ഞൊരാളുടെ നാമധേയത്തിൽ ഉണ്ടാക്കിയതാണ് ആ കോളേജ്. അതുകൊണ്ടാണ് ഹസനിയ എന്ന് പേര് കിട്ടിയത്. അലി ഹസൻ മൊലിയരെ ഖബർ ആ പള്ളിയുടെ മുമ്പിലാണ്. നമ്മളെ പട്ടിക്കാട് ജാമിയ നൂരിയയിലെ പ്രിൻസിപ്പളായിരുന്ന KK അബ്ദുൽ ഉസ്താദിൻ്റെയൊക്കെ ഖബർ അതിൻ്റെ അടുത്താണുള്ളത്, ആ പള്ളിയിലാണുള്ളത്. അലി ഹസൻ മൊലിയരെ ഖബറുണ്ട് അവിടെ. അപ്പം അങ്ങനെ അവിടെ ഇതേമാതിരി കോളേജിൻ്റെ വാർഷികത്തിന് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അലി ഹസൻ മൊലിയരെ കുറിച്ചൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. അലി ഹസൻ മൊലിയർ അവിടുത്തേരനല്ല, ഒറിജിനലായിട്ട് മൂപ്പര് പാണ്ടിക്കാട്ടുകാരനാണ്. കന്നിനെ നോക്കാൻ വേണ്ടിയിട്ട് കരുവാരക്കുണ്ടിൽ വന്നിട്ട് താമസാക്കിയതാണ്, കന്നുകളെ നോക്കാൻ. മൊലിയരാണ്, പക്ഷെ കന്നിനെ നോക്കലാണ് പണി. റോഡ് സൈഡിലാണ് മൂപ്പര് കന്നുകളെ നോക്കുക. അപ്പോൾ എന്നും രാവിലെ ഒരു കുറ്റി തറച്ചിട്ട് അതിമങ്ങനെ കന്നുകളെ കെട്ടിടും. രാവിലെ കന്നുകളെ കെട്ടയിച്ച് വിടുമ്പോൾ ഓരോ കന്നിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ചെവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, പിന്നെ എല്ലാവരും കൂടി ഞാൻ നോക്കിയാൽ എത്തൂല, അതുകൊണ്ട് ആരാൻ്റെ പറമ്പൊക്കൊന്നും പോകരുത്, റോഡ് സൈഡിലുള്ളത് എന്തെങ്കിലുമൊക്കെ തിന്നളുണ്ടോ എന്ന് ഓരോ മൂരിയുടെയും പയ്യൻ്റെയും പോത്തിൻ്റെയൊക്കെ ആടിൻ്റെയൊക്കെ ചെവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അതിനെ കഴിച്ചു വിടും. അങ്ങനെ വൈകുന്നേരം കെട്ടിടുമ്പോഴും പറയത്തരേ, പിന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാൻ്റെ പറമ്പൊക്കൊന്നും പോകരുത്, എല്ലാവരും ഒന്നും ഇപ്പം എന്നെക്കൊണ്ട് നോക്കിയാൽ എത്തൂല എന്നുള്ളത്, പോയിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കണത് എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിടും. അലി ഹസൻ മൊലിയരെ കന്നുകൾ ആരാൻ്റെ പറമ്പ് കടക്കന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ്. റോഡ് സൈഡിലുള്ളത് മാത്രമേ കഴിക്കുള്ളൂ, ഭക്ഷിക്കുള്ളൂ, ആണ് അലി ഹസൻ മൊലിയർ. അപ്പോൾ പിന്നെ മഹാനവറുകളുടെ മക്കാമിനോട് ചേർന്നാണ് കോളേജ് ഉള്ളത്. കോളേജിന് എത്രയാണോ ചെലവുള്ളത് അതായിരിക്കും ആ മാസം പെട്ടിയിൽ നിന്ന് കിട്ടുക. അതാണ് അതിൻ്റെ പ്രത്യേകത. എന്തിനാ പറയണത്? പൂതി ഉണ്ടാവാൻ. എന്തിനാപ്പം ഞാൻ അതൊക്കെ പറഞ്ഞത്? സ്വാലിഹീങ്ങളെക്കുറിച്ച് പറയണത് അതേമാതിരി ഒന്ന് ആയി കിട്ടിയെങ്കിൽ എന്നൊരു ആഗ്രഹം ഉണ്ടാകാനാണ്. ആഗ്രഹിച്ചാൽ നേടാം, അതിനാണ്. അലി ഹസൻ മൊലിയർ അവിടെ വന്നാൽ പള്ളീൻ്റെ നേരെ മുമ്പിൽ ഒരു പിന്നെ മില്ലുണ്ട്, മരം മില്ല്. ആ മരം മില്ല് നിൽക്കുന്ന സ്ഥലത്ത് പഴയ കാലത്തൊരു ചായപ്പീടിയായിരുന്നു തന്നെ. അവിടെ ഒരു ചായ കച്ചവടക്കാരുണ്ട്. അപ്പോൾ അലി ഹസൻ മൊലിയർ വന്നാൽ മൂപ്പര് എന്നും ഒരു ചായ ഫ്രീ ആയിട്ട് കൊടുക്കും. ചില സമയത്ത് അലി ഹസൻ മൊലിയർ വന്നാൽ പറയും, ഇന്ന് 3 ചായ വേണം കൂട്ടുകൂടുക അറിയും. ഒരേ മാതിരത്തെ 3 ചായ എന്നാണ് പറയാം, ഒരേ മാതിരി 3 ചായ വേണമെന്ന് പറയും. അങ്ങനെ 3 ചായ കൂട്ടിയിട്ട് ആർക്കപ്പോൾ ഈ ചായ എന്ന് ചോദിക്കും, കൂട്ടുകൂടാന്ന് പറയും. 3 ചായ കൂട്ടിയിട്ട് ഇങ്ങനെ പിന്നെ ടേബിളും ഇങ്ങനെ വെച്ചാൽ അലി ഹസൻ മൊലിയർ ഒന്നിങ്ങനെ തെക്കോട്ട് നടക്കും കുറച്ചാണ്ട്, പിന്നെ അവിടെ നിന്ന് വന്നുകൊണ്ട് ഒന്നിങ്ങനെ വടക്കോട്ടും നടക്കും കുറച്ച്. ഈ 2 നടത്തും കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് ഒരു ഭാഗത്തുനിന്ന് സുലൈമാൻ മൊലിയർ വരും, ഒരു ഭാഗത്തുനിന്ന് ബീരാനലി പാപ്പിയും വരും. അങ്ങനെയാണ്. സുലൈമാൻ മൊലിയർ പറഞ്ഞാൽ കോഴിക്കോട് മാങ്കാവ് പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സുലൈമാൻ മൊലിയർ. സുലൈമാൻ മൊലിയർ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ വരും, അമ്പംകുന്ന് വീരാനോലി പാപ്പ വേറെ ഭാഗത്തുനിന്നും വരും. അങ്ങനെ 3 ആളും കൂടിയും ചായ കുടിക്കും. ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയാണ്. വീരാനോലി പാപ്പാൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വർത്തമാനം കുറവാണ്, സംസാരം വളരെ കുറവായിരിക്കും. പറയുന്നത് ഒരു 1.5 കനുണ്ടാവും, അങ്ങനെയാണ് വർത്തമാനം. അല്ല നമ്മളെ മാതിരി പഞ്ചായത്ത് റേഡിയോ തുറന്നുവെച്ച മാതിരി ഒന്നും ഉണ്ടാവില്ല. വർത്തമാനം വളരെ കുറവാണെന്നുള്ളതാണ് വീരാനോലി പാപ്പാൻ്റെ ഒരു പ്രത്യേകത. പിന്നെ മഹാനവറുകളുടെ രണ്ടാമത്തെ ഒരു പ്രത്യേകത, അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പിരിവ് വിട്ടുപോയല്ലോ പഠിച്ചവനല്ലേ, അത് പിന്നെ അത് അവസാനമായാലും മതി, എന്നാൽ കുറച്ചെണ്ണം കഴിഞ്ഞോട്ടെ, ഏതായാലും ആയിക്കോട്ടെ. അള്ളാഹുവിന് ആഫിയായാലും വരട്ടെ. ഒരു യാനബി എല്ലാവരും ചൊല്ലി, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും. ഒരു വരി കൂടി ചെല്ലട്ടോ. അറിയണവർ ചെല്ലുക, അല്ലാത്തൊരു മൂള.
അങ്ങനെ പരിപാടി ഉണ്ട്. അതൊക്കെ ഇവിടെയൊക്കെ നടക്കുകയുള്ളൂ. അറിയുന്ന ആൾക്കാർ ചെല്ലുക, അല്ലാത്തൊരു ഒപ്പം മൂളിയാൽ മതി. വആതാകൽ ഔദു യബ്കി വതദല്ലൽ ബൈന യദൈക വസ്തജാറക യാ ഹബീബി ഇൻദക അദ്ബയു നഫൂറു യാ നബി സലാം അലൈക്കും. സ്വലവാത്തുല്ലാഹി അലൈക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയാണ്. വീരാനിലെ വാപ്പാക്ക് 2 പ്രധാനപ്പെട്ട പ്രത്യേകത ഉണ്ടായിരുന്നു. ഒന്ന്, മഹാനവർകൾ സംസാരം വളരെ കുറഞ്ഞ ഒരാളായിരുന്നു. രണ്ടാമത്, എല്ലായിടത്തുനിന്നും ഭക്ഷണം കഴിക്കൂല. എല്ലാ സ്ഥലത്ത് ചെന്നാലും ഭക്ഷണം കഴിക്കൂല. ഭക്ഷണം കഴിക്കാൻ ചില പ്രത്യേകമായ കടകൾ, ചില പ്രത്യേകമായ വീടുകൾ അങ്ങനെ ഉണ്ട്. അവിടെ എത്തിയാലും മാത്രമേ കഴിക്കുള്ളൂ. ഒരു ദിവസം എത്തിയില്ലെങ്കിൽ അന്ന് തിന്നൂല, എന്നാലും വേറൊരുത്തോളം തിന്നൂല. അത് വീരാനൊരു പാപ്പൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. ഭക്ഷണം കഴിക്കാൻ ഒരുപാട് നിബന്ധനകളുണ്ട് എന്നാണ്. ഒന്ന്, സഹയ്യിൻ്റെ ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നാണ്. സഹയ്യ് എന്ന് പറഞ്ഞാൽ ദാനശീലനാണ്. ദാനശീലൻ്റെ ഭക്ഷണമാണ് കഴിക്കേണ്ടത്. ചില സ്ഥലത്തൊക്കെ ക്ലാസ്സിന് വന്നാൽ ആൾക്കാർ പറയും ഭക്ഷണം നമ്മൾ എന്നോടത്താണ്, ഇവിടെ ആരും വന്നാലും മൂപ്പരോട് തന്നെ ഇക്കാരം ഭക്ഷണം എന്ന് പറഞ്ഞാൽ നല്ലോണം തിന്നാം. കാരണം എന്താ? ആളൊരു ധർമ്മിഷ്ഠനാണ്, സഹയ്യാണ്, ദാനശീലനാണ്. സഹയ്യിൻ്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടായിരിക്കുമെന്നാണ്. അതുകൊണ്ട് ഭക്ഷണത്തിൽ അങ്ങനെ ഒരു നോട്ടുണ്ട്. അല്ലാതെ കുടുങ്ങിയിട്ട് പള്ളിക്കത്തെ മൂലയർക്ക് ചിലവ് കൊണ്ടുവരികയാണെങ്കിൽ തിന്നാൻ പറ്റില്ല. ഇനിയിപ്പോൾ പണ്ടാറടക്കം വ്യാഴാഴ്ച പള്ളിക്കത്തെ മൂലയർക്ക് ചിലവാണ് എന്ന് പറയുകയാണെങ്കിൽ തിന്നരുത്. കാരണം അത് തിന്നാൽ പണ്ടാറടക്കും. പണ്ടാറടക്കാനല്ലേ കൊടുന്നേ, അതിനത് അങ്ങനെ മനസ്സറിഞ്ഞു കൊടുക്കണം. അപ്പോൾ അങ്ങനെ സഹയ്യ് ദാനശീലമുള്ളവരുടെ ഭക്ഷണം മാത്രമാണ് വീരാനൊരു പാപ്പ കഴിച്ചിരുന്നത് എന്നാണ് രണ്ടാമത്തെ പ്രത്യേകത. സുലൈമാൻ മൊലിയർക്ക് വേറെ പ്രത്യേകത. മുമ്പൊരു സോപ്പ് കച്ചവടക്കാരനാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സുലൈമാൻ്റെ സോപ്പ് വാങ്ങിയാലും കുടുങ്ങി, വാങ്ങിയില്ലെങ്കിലും കുടുങ്ങി. മുമ്പർക്ക് സോപ്പ് കച്ചവടമാണ് പ്രധാനപ്പെട്ട പരിപാടി സുലൈമാൻ മൊലിയർക്ക്. വാങ്ങിയാൽ കുടുങ്ങി പറഞ്ഞത്, വാങ്ങിയാൽ എന്താ കൊടുക്കച്ചാലേ, വാങ്ങിയാൽ പിന്നെ എല്ലാ പ്രാവശ്യം വരുമ്പോഴും വാങ്ങേണ്ടി വരും, അതിനെ കൊടുക്കാം. വാങ്ങിയില്ലെങ്കിലുള്ള കൊടുക്കുക എന്താ വെച്ചാൽ പിന്നെ സുലൈമാൻ അങ്ങനെ ജീവിക്കുക. അതാണ് വാങ്ങിയില്ലെങ്കിലുള്ള കൊടുക്കുക. അപ്പോൾ വാങ്ങിയാലും കുടുങ്ങി, വാങ്ങിയില്ലെങ്കിലും കുടുങ്ങി എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. മൂപ്പര പ്രധാനപ്പെട്ട പരിപാടി എന്താ വെച്ചാൽ, വരുമ്പോൾ 2 കലം കൊണ്ടുവരും. അല്ലെങ്കിൽ വന്നതിൻ്റെ ശേഷം എവിടുന്നേലും വാങ്ങും 2 കലം, മണ്ണിൻ്റെ 2 കലം. എന്നിട്ട് ഒരു കലം ഇങ്ങനെ കവഴ്ത്തി വെച്ചിട്ട് വേറൊരു കലം അതിൻ്റെ മേലിട്ട് കണ്ടുകൊണ്ട് ഉടക്കും. അങ്ങനെ ഉടക്കുമ്പോൾ പറയും, നാട് പോയി കാടാവട്ടെ, കാട് പോയി നാടാവട്ടെ എന്ന് പറയും. അങ്ങനെ കല ഉടച്ച സ്ഥലത്താണ് അത്രയും കരുവാരക്കുണ്ട് ദാറുൻ നജാത്ത് ഇസ്ലാമിക് അക്കാദമി എന്ന സ്ഥാപനം പിന്നീട് ഉയർന്നു വന്നത്. അതാണ് സുലൈമാൻ മൗലവി എന്തിനാ പറഞ്ഞത്, ഒരു പൂതിയെങ്കിലും ഉണ്ടായി കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. പൂതി വെച്ചാൽ നടക്കാത്തൊന്നുമില്ല. പടച്ചോനെ അതേമാതിരിയൊക്കെ ഇന്നൊന്ന് ആക്കിത്തരുമോ, നിങ്ങൾക്കോ എനിക്കോ ഞമ്മക്ക് ആർക്കെങ്കിലും ഒന്ന് പൂതി വെക്കാൻ കഴിഞ്ഞാൽ നേടാൻ പറ്റും. അതിനാണ് ഞാനത് പറയണത്. അതിനാണ് സ്വാലിഹീങ്ങളെക്കുറിച്ച് പറയുന്നത്, മുത്തഖീങ്ങളെക്കുറിച്ച് പറയുന്നത്, സജ്ജനങ്ങളെക്കുറിച്ച് പറയണത്. അപ്പോൾ പള്ളിയിൽ ദർസുണ്ട്. ഒന്ന് ഉമ്മാൻ്റെ കാലിൻ്റെ ഓട്ടാണ്. എൻ്റെ കാര്യം ഉമ്മാൻ്റെ കാലിൻ്റെ ഓട്ടാവാൻ കാരണം ഉമ്മ ഒന്നാമത്തെ മദ്രസയാണ്. അൽ ഉമ്മുഹിയ അൽ മദ്രസത്തുൽ ഊല. അപ്പോൾ അത് തന്നെയാണ് മജ്ലിസുൽ ഇൽമാൻ, ഇൽമിൻ്റെ മജ്ലിസാണ്. അതന്നെയാണ് ഉമ്മാൻ്റെയും പ്രത്യേകത പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉമ്മ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകില്ല എന്ന് പറഞ്ഞപ്പോൾ പിരാന്തുണ്ടായാൽ പോലും ഒഴിവാക്കൂല തുണിയെടുക്കൽ, കാരണം ഉമ്മ പഠിപ്പിച്ചതാണ് എന്നതാണ് കാരണം. മൂന്നാമത്തേത് മാബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എൻ്റെ ഖബറിൻ്റെയും മിംബറിൻ്റെയും ഇടയിലുള്ള സ്ഥലം അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെ തോപ്പുകളിൽ വെച്ച ഒരു തോപ്പാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ശരിക്കും അവിടെ എന്താ ഉള്ളത് നിങ്ങൾ? മാബൈന ഖബരി വ മിംബരി എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് എന്താ നടന്നു വെച്ചാൽ മുദരിസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാണ്. മനസ്സിലായില്ല? സുഫത്തിൻ്റെ അഹലുകാർക്ക് ദർസ് നടത്തിയ മുദരിസ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മുദരിസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സ്ഥലമാണ് ഏത്? മാബൈന ഖബരി വ മിംബരി എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇതൊക്കെ മജ്ലിസുൽ ഇൽമുമായി തന്നെയാണ് ബന്ധപ്പെടുന്നത്. ദർസ് നടക്കേണ്ട ഇവിടെ. ഇന്ന് ലോകത്ത്
ഇൽമ് നിലനിർത്തി പോരുന്നതിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണി ദർസാണ്. നാളെ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ദർസുകൾ നിലനിൽക്കണം. ഒന്ന് ഇൽമിന് വേണ്ടി, മറ്റൊന്ന് പാരമ്പര്യത്തിന് വേണ്ടി. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയും ദർസ് നിലനിൽക്കണം. അപ്പോൾ അൽഹംദുലില്ലാഹ് വളരെ നല്ല ഒരു ദർസ് മഹാനുഭാവൻ്റെ ചാരത്ത് ഇവിടെ നടക്കുന്നു. അത്യാവശ്യം കുട്ടികളുള്ള നല്ല മനോഹരമായ ദർസ്. ഉസ്താദ് 12 വർഷമായിട്ട് ഇവിടെ തന്നെ ജോലി ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദർസിനെ മുന്നിൽ കണ്ട്, ഇൽമിൻ്റെ വഴിയെ മുന്നിൽ കണ്ട് എല്ലാവരും ബക്കറ്റിലേക്ക് കാര്യമായി സഹായിക്കണം. അതോടൊപ്പം ഇവിടെ കുട്ടികൾ കുറേ ഉള്ളതാണ്, ക്യാൻറ്റീനാണ് നടത്തിപ്പ് എന്നറിയാൻ കഴിഞ്ഞു. വല്ല അരിയോ സാധനങ്ങളൊക്കെ ക്യാൻറ്റീനിലേക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ബക്കറ്റായിട്ട് ആൾക്കാർ വരുമ്പോൾ അതും കൂടി ഒന്ന് പറയുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അരി ഭക്ഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം അരിഭക്ഷണമാണ്. അരിഭക്ഷണം കഴിക്കുമ്പോൾ സ്വലാത്തി അല്ലൊരു സുന്നത്തുണ്ട് എന്ന് പല മഹത്തുക്കളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അരി. അപ്പോൾ പറ്റുന്നവർ ബക്കറ്റായിട്ട് വരുന്ന സമയത്ത് ദർസിൻ്റെ ചെലവിലേക്ക്, കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക് അരി ഏൽക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഒരു ചാക്കോ അരച്ചാക്കോ ഒക്കെ സംഘാടകരോട് പറഞ്ഞാൽ അതര എഴുതിയെടുത്തോളും. ഇൻഷാ അള്ളാഹ് നമുക്ക് അവസാനം മഹാനുഭാവൻ്റെ ഹദറത്തിൽ വെച്ച് ദുആ ചെയ്യാം. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ, ആമീൻ എന്ന് പറയാണ്. വയത് കേൾക്കാതിരിക്കരുത്. നോട്ടെല്ലാവരും എടുത്ത് കൈ പിടിക്കുക. ബക്കറ്റിൽ വരും, പൈസ എടുത്ത് കൈ പിടിക്കുക, നോട്ടം ഇങ്ങോട്ട് എന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് വേണ്ടത്. ആദ്യം എടുത്ത് നോക്കി കൈ പിടിച്ചോളി. അല്ല ഞാൻ ബസ്സിൻ്റെ കായ കൂടി പോന്നാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പം നോക്കിയിട്ട് എടുത്ത് കൈ പിടിക്കുക. എന്നിട്ട് പിന്നെ വരുമ്പോൾ അയക്കാണ്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ അവർ സംഘാടകർ ബക്കറ്റായിട്ട് വരുന്നുണ്ട്. എല്ലാവരും കാര്യമായി സഹായിക്കണം. അള്ളാഹു വിജയിപ്പിക്കട്ടെ. എന്നാൽ തുടങ്ങിക്കോളി. ദർസക്ക് കുറച്ച് അരി കിട്ടണം കേട്ടോ. നിങ്ങളെ അടുത്ത് നിന്ന് പെണ്ണുങ്ങളൊക്കെ ഒരുപാടുണ്ട്, അപ്പുറത്തും ഉണ്ട്, കുറേ ഉണ്ട്. പല ആൾക്കാരും എന്നോട് പറഞ്ഞ് യൂട്യൂബിൽ വയത് വെക്കലുണ്ട് എന്ന്. അതുകൊണ്ടൊന്നും കാര്യമില്ല. ദർസത്തെ അരിക്ക് എന്തെങ്കിലും കൊടുക്കുക, അതുകൊണ്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് കാര്യമായിട്ട് കൊടുക്കുക. ഒരു ചാക്ക് പറ്റുന്നവരങ്ങനെ കൊടുത്താളി, അല്ലെങ്കിൽ അരച്ചാക്ക് കൊടുത്താളി. ഇപ്പോൾ കൊടുക്കണ്ട. നിങ്ങൾ പേരും ഫോൺ നമ്പർ ഒറിജിനൽ അവനാൻ്റെ ഫോൺ നമ്പറും കൊടുക്കുക. എന്നാലേ വിളിച്ചാൽ കിട്ടുള്ളൂ. ആരാൻ്റെ കൊടുത്താലേ കിട്ടില്ല. നമ്മളെ വലിയ വലിയ വയത് പരിപാടിക്കൊക്കെ ചിലപ്പം പൈസ എഴുതിയിട്ട് പിന്നെ ആ നമ്പറിൽ വിളിച്ചാൽ കിട്ടലില്ല എന്ന് പറഞ്ഞേക്കാം. അങ്ങനെ ആയിരുന്നേ അവനാൻ്റെ നമ്പർ തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ കുടിക്കാരത്തിൻ്റെ കൊടുത്താലും കിട്ടും. അങ്ങനെയൊക്കെ ചെയ്യുക എല്ലാവരും. ഇൻഷാ അല്ലാഹ് ഉഷാറാക്കി. അന്ത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അൻത മുൻജീനാ ഗദൻ മിൻ ശഫാഅതിക സഫാ മൻ ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദർസക്ക് കുറച്ച് അരി വേണം, നിങ്ങൾ ഓർമ്മയിൽ വേണം. അവിടെ സംഘാടകർ ഉണ്ട്. പിന്നെ ഒന്നിങ്ങനെ നീച്ച് നടന്നാലേക്കാർ ആൾക്കാർക്ക് അതൊരു പിടുത്തം കിട്ടുള്ളൂ അല്ലേ? ഉണ്ടല്ലോ അല്ലേ? നമുക്ക് കുറച്ച് അരി വേണ്ടേ ദർസക്ക്? അപ്പം അതിനിങ്ങനെ അവിടെ ഒരാളുണ്ട്. അങ്ങനെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞാൽ മതി. പറ്റുന്നവർ നമ്പറും പേരും പറഞ്ഞാൽ പിന്നെ ഓലിങ്ങളിൽ നിന്ന് ഫോണിൽ ചെയ്തിട്ട് മേടിച്ചോളും. പിന്നെ ഇപ്പോൾ ഈ പിരിവ് എനിക്ക് അത്ര അറിഞ്ഞുകൂടാ. അതുകൊണ്ടല്ല അതെങ്ങനെ പിരിച്ചേണ്ടതെന്ന് വലിയൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ പിരിവുള്ള പരിപാടിക്ക് ഞാൻ അങ്ങോട്ട് പോലുമില്ല. പക്ഷെ എന്നാലിപ്പോൾ ദർസൊക്കെ കണ്ടു നോക്കുമ്പോൾ കുറച്ച് അരി കിട്ടിയാൽ തിരക്കിടില്ല എന്നൊരാഗ്രഹം എനിക്കും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും എനിക്ക് പറയാൻ അറിയുള്ളൂ. ബാക്കി നിങ്ങൾ കൊടുക്കുക. കുറച്ച് അരി എന്തായാലും കിട്ടണം ഈ അത് അവസാനമാകുമ്പോഴത്തേനും തുരക്കാൻ. അതാണ് പരിപാടി. ആ വിഷയത്തിലൊക്കെ പറയാൻ അറിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളത് ഏറ്റെടുക്കണം. അള്ളാഹു വിജയിപ്പിക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മദ്ഹു സ്വാലിഹീൻ, ദിക്റു സ്വാലിഹീൻ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സ്വാലിഹീങ്ങളുടെ മദ്ഹ് പറയാന്ന് പറയുമ്പോൾ രണ്ട് കാര്യമാണ്. ഒന്ന് സ്വാലിഹീങ്ങളുടെ പേര് പറയാം, രണ്ട് സ്വാലിഹീങ്ങളുടെ മനാഖിബുകൾ പറയുക, അവരുടെ ജീവിതം, അവരുടെ ജീവിതത്തിൽ അവർ നൽകിയിട്ടുള്ള സന്ദേശങ്ങൾ എന്നിവ പറയാം. മഹാനായ ശൈഖുന ദർസിന്, പള്ളിയിലത്തെ മൗലവിമാർക്ക്, പള്ളിയിലെ ഇമാമുമാർക്ക് പള്ളി നിർമ്മാണത്തിനൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന ആളായിരുന്നു. അതുകൊണ്ടായിരിക്കും എവിടെയും ദർസില്ലെങ്കിലും ഇവിടെ ദർസും സൗകര്യങ്ങളും നിലനിന്ന് പോകുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിലനിർത്തി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ,
മഹത്തുക്കളായ സ്വാലിഹീങ്ങളായ ആളുകളെ കുറിച്ച് പറയുന്നത് അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിന് മാതൃകയാകാൻ വേണ്ടിയാണ്. എല്ലാ കാലത്തും സ്വാലിഹീങ്ങളുണ്ടാവും. ഈ കാലഘട്ടത്തിലെ സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളും ആശിഖീങ്ങളും മുഹിബ്ബീങ്ങളും എല്ലാമായി ജീവിക്കാൻ നമുക്ക് കഴിയണം. അതിന് ഈ കാലഘട്ടത്തിലെ സ്വാലിഹീങ്ങളുമായി നമുക്ക് ബന്ധം പുലർത്താൻ കഴിയണം. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ജീവിതം മെച്ചപ്പെടുക. സ്വലാത്ത് അതിലേക്കുള്ള പ്രധാനപ്പെട്ടൊരു വഴിയാണ്. സ്വാലിഹീങ്ങളുമായി ബന്ധം നിലനിൽക്കാൻ സ്വലാത്ത് വളരെ പ്രധാനപ്പെട്ടൊരു വഴിയാണ്. അതുകൊണ്ട് ധാരാളം സ്വലാത്തുകളെ നമ്മൾ അധികരിപ്പിക്കണം. അങ്ങനെ മഹത്തുക്കളായ ആളുകളുമായി ബന്ധമുണ്ടായിരിക്കണം. അപ്പോൾ സജ്ജനങ്ങളിലേക്ക് നമ്മൾ ചേർക്കപ്പെടും. നമ്മൾ മരിക്കുമ്പോൾ ഒരു കലിമ ചൊല്ലി കിട്ടിയാൽ തിരക്കടില്ല എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കുമ്പോൾ ചൊല്ലിയാൽ മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ആരെങ്കിലും ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അവൻ സ്വർഗത്തിൽ കടന്നു. രണ്ട് കാര്യം പറയാണ്ട്. ഒരു കാര്യം, അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അത്. പക്ഷേ സ്വർഗത്ത് കിടക്കാൻ അത് മാത്രമേ വയ്യുള്ളൂ എന്ന് വിചാരിക്കരുത്. അങ്ങനെയാണെങ്കിൽ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലണത് നമ്മൾ കേട്ടില്ലെങ്കിൽ പഠിച്ചോനെ അയാൾ നരകത്തിലേറ്റാണോ എന്ന് തോന്നിപ്പോവും. അങ്ങനെയല്ല, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പക്ഷെ അതേ സ്വർഗത്ത് പോകാൻ വയ്യുള്ളൂ എന്ന് വിചാരിക്കരുത്. വെള്ളിയാഴ്ച നല്ല ദിവസമാണ് എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ഒന്നിനും കൊള്ളൂല എന്നതിന് അർത്ഥമില്ല. വെള്ളിയാഴ്ച നല്ല ദിവസമാണെന്നുള്ള അർത്ഥം അതിനുള്ളൂ. പിന്നെ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാന്നല്ല ശരിക്കും പറഞ്ഞിട്ടുള്ളത്. മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലാമിൻ്റെ അവസാനത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുക എന്നാണ്. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ചെല്ലണതിൻ്റെ ഇടയിലാണ് മുണ്ടാതായി. പിന്നെ 3 മാസം കഴിഞ്ഞിട്ട് മരിച്ചു, എന്നാലും അവൻ്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. പിന്നെ വേറെ ഒന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഉറങ്ങുന്നവൻ ഉറക്കത്തിലും ദാക്കിറാണ്. അതായത് ഉറങ്ങുന്നവൻ്റെ ഉളു ഉണരുമ്പോഴാണ് മുറിണത്. ഒരാൾ ഒളു ഉണ്ടാക്കിയിട്ട് ഉറങ്ങി, എന്നാൽ അവന് ഉറക്കത്തിൽ ഒളുണ്ട്. ഓൻ്റെ ഒളു എപ്പോഴേ മുറിയുള്ളൂ? ഉണരുമ്പോൾ മുറി, അപ്പോൾ പോയിട്ട് വേറെ ഒളു ഉണ്ടാക്കണം. ഇങ്ങനെയാണ്. എന്നതുമാതിരി ഉറങ്ങുമ്പോൾ ഒരാൾ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് ഉറങ്ങിയാൽ അവൻ ഉറക്കത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹിലാണുള്ളത്. ആ ഉറക്കത്തിൽ അവൻ മരണപ്പെട്ടാൽ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. ഉറക്കത്തിൽ പോയി എന്തേലും വിളിച്ചു പറഞ്ഞു എന്ന് കരുതിയിട്ട് അറിയാതെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് അവസാനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പോവില്ല. അപ്പോൾ 2 കാര്യങ്ങളെ മനസ്സിലാക്കുക. ഒന്ന്, അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാകണം എന്നാണ് പറഞ്ഞത്. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെല്ലണം എന്നല്ല. പിന്നെയോ രണ്ടാമത്, സ്വർഗത്തിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വഴിയാണത് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. അതേ സമയത്ത് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവർ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ എന്നതിനില്ല, അല്ലാത്തവരും പോകും. വേറെയും ധാരാളം വഴിയുണ്ട്. ഏറ്റവും കൂടുതൽ വഴിയുള്ളതും സ്വർഗത്തേക്ക് തന്നെയാണ്. ഏറ്റവും കൂടുതൽ വഴിയുള്ളത് സ്വർഗത്തേക്കാണ്. വഴിയുള്ള എല്ലാ സ്ഥലത്തേക്കും എളുപ്പവഴി ഉണ്ടാവുന്നതാണ്. എല്ലാ വഴിയുള്ള സ്ഥലത്തേക്കും മാട്ടായക്ക് വഴി ഉണ്ടാവുകൊണ്ട് മാട്ടായക്ക് എളുപ്പവഴി ഉണ്ട്. ഞാൻ എളുപ്പവഴിക്കാണ് വന്നത്. വഴിയുള്ള എല്ലാ സ്ഥലത്തേക്കും എളുപ്പവഴി ഉണ്ടാവും. മദീനത്തേക്ക് വഴിയുണ്ട്, അതുകൊണ്ട് മദീനത്തേക്ക് എളുപ്പവഴി ഉണ്ട്. ഇങ്ങനെയാണ് വഴിയുള്ള എല്ലാ സ്ഥലത്തേക്കും. അതുകൊണ്ട് സ്വർഗത്തേക്ക് വഴിയുണ്ട്, അതുകൊണ്ട് തന്നെ സ്വർഗത്തേക്ക് എളുപ്പവഴി ഉണ്ടാവും. സ്വർഗത്തേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി ഉമ്മേട്ടോ. വളരെ എളുപ്പമുള്ള വഴി ഉമ്മയാണ്. അത്ര എളുപ്പം വേറൊരു വഴിയൊന്നും ഉണ്ടാവില്ല. ഏറ്റവും എളുപ്പമുള്ള വഴി ഉമ്മയാണ്. ഉമ്മാൻ്റെ തൃപ്തി ഒരാൾ നേടിയാൽ അവൻ സ്വർഗത്തിൽ പോകും. അപ്പോൾ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആഗ്രഹങ്ങളാണ് നമ്മളെ നന്മയിലേക്ക് എത്തിക്കുന്നത്. ആഗ്രഹിക്കാൻ കഴിയണം. സ്വാലിഹീങ്ങളുമായുള്ള അടുപ്പത്തെയും ബന്ധത്തെയും നിലനിർത്തണം. അതിനാണ് സ്വാലിഹീങ്ങളുടെ മനാഖിബുകളെ നമ്മൾ പറയുന്നത് എന്നോർക്കണം. മുത്തഖീങ്ങളാവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. എല്ലാ കാലത്തും മുത്തഖീങ്ങളുണ്ടാവും. 4 മുത്തഖീങ്ങളുടെ പേര് എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ ഇമാമ് പറയും. ഇന്നും വെള്ളിയാഴ്ചയായിരുന്നു. എല്ലാ വെള്ളിയാഴ്ച പള്ളിയിൽ ചെന്നാലും ഖത്തീബ് 4 മുത്തഖീങ്ങളുടെ പേര് മുടങ്ങാതെ പറയും. എല്ലാ വെള്ളിയാഴ്ചയും പറയും. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഒരു മുത്തഖിയായ മനുഷ്യൻ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും. 4 മഹാന്മാർ എല്ലാ വെള്ളിയാഴ്ചയും പറയും. ഓരോ വെള്ളിയാഴ്ചയും ഇമാമ് ഈ പേര് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചരിത്രം നമ്മുടെ കൽബിലേക്ക് വരണം. അതിനാണ് സ്വാലിഹീങ്ങളുടെ മനാഖിബുകൾ ദിക്റായി മാറുക എന്ന് പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് ഇമാം ഇങ്ങനെ പറയുമ്പോൾ
റളിയല്ലാഹു അൻഹു എന്ന് ഉറക്കെ പറയുന്നതിൻ്റെ കൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമ്മളെ കൽബിക്ക് വരണം. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിന് പോകാൻ വേണ്ടി ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി വയലു പറയാണ്. യുദ്ധത്തിന് പോകാൻ വേണ്ടി പൈസ ഉണ്ടാക്കാൻ വയലു പറയാണ്. അങ്ങനെ വയലു പറഞ്ഞിട്ട് പറഞ്ഞു, എല്ലാവരും പെരേ പോയിട്ട് എന്താ പെരയിൽ ഉള്ളയിച്ചാൽ ഉള്ളതിനനുസരിച്ച് കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ പോയി നോക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പെരയിൽ ചെറിയ ചില്ലറ പൈസ എന്തുകൊണ്ട് മൂപ്പരെടുത്ത് ഇങ്ങനെ വന്നു. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ 14,000 ദിർഹംസ് ഉണ്ട്. മൂപ്പരതിൻ്റെ നേരെ പകുതി 7,000 ദിർഹംസ് എടുത്തുകൊണ്ട് മൂപ്പര് വന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉസ്മാനെ നിങ്ങൾ എന്താ കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അതിൽ മുസ്തഫ റളിയല്ലാഹു പറഞ്ഞു, നബിയെ ഞാൻ 7,000 ദിർഹംസ് കൊണ്ടുവന്നിട്ടുണ്ട് പറഞ്ഞു. അതിൽ മേടിച്ചിട്ട് പറഞ്ഞു, അള്ളാഹുവേ ഉസ്മാന് തന്നതിലും തരാതെ വീട്ടിൽ വെച്ചതിലും നീ ബർക്കത്ത് ചെയ്യണേ എന്നതായിരുന്നു. സിദ്ദീഖ് തങ്ങളൊക്കെ ഉണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളെന്തേ കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നബിയെ അവിടെ പെരയിലാകെ ചില്ലറ പൈസ ഉള്ളത്, ഞാൻ അത് കൊടുത്തിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, അബൂബക്കറെ പെരയിൽ ഇനി ഭാര്യക്കും മക്കൾക്കും എന്താ ബാക്കിയുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇതിനേക്കാൾ ഹൈറായതുണ്ട് പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, അല്ല അബൂബക്കറെ ഇതിനേക്കാൾ ഹൈറായ എന്താണ് പെരയിലുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, അബൂബക്കർ സിദ്ദീഖിൻ്റെ വീട്ടിൽ ഇതിനേക്കാൾ ഹൈറായിട്ട് ഇനി ഉള്ളത് അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലുമാകുന്നു എന്ന് പറഞ്ഞു. അള്ളാഹിൻ്റെ റസൂലാണ് പെരയിലുള്ളത് പറഞ്ഞു. എന്തായാലും കുടിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. കുടിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതങ്ങനെ ഇടക്ക് കിട്ടണമെങ്കിൽ വയതറിന മൂല്യരാവണം. പൂതിയച്ചോളി മൂല്യന്മാരെ മുത്താലിമീങ്ങൾ പൂതിയച്ചാൽ നേടാത്തൊന്നുമില്ല എന്നല്ല പറഞ്ഞേ. അതുകൊണ്ട് മുത്താലിമീങ്ങളൊക്കെ പൂതിയച്ചോളി പൂതിയച്ച എന്തോ നേടും. ഞാൻ പൂതിച്ചിട്ട് കിട്ടിയ തന്നെയാണ്. ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ ഉപ്പാൻ്റെ വയത് ഇങ്ങനെ കേൾക്കുമായിരുന്നു. അങ്ങനെ പൂജിച്ചു, അങ്ങനെ കിട്ടി. അള്ളാഹു അവർക്കൊക്കെ ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. അതുകൊണ്ട് ആഗ്രഹിച്ചാൽ കിട്ടാത്തൊന്നുമില്ല, നന്നായി ആഗ്രഹിക്കുക. സിദ്ദീഖ് ഇനി പെരയിൽ ഭാര്യക്കും മക്കൾക്കും എന്താ ഉള്ളതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഇതിനേക്കാൾ ഹൈറായതുണ്ട് പറഞ്ഞു. ഇതിനേക്കാൾ ഹൈറായത് എന്താ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലാണ് ഇതിനേക്കാൾ ഹൈറായിട്ട് പെരയിലുള്ളത് പറഞ്ഞു. ഇതിങ്ങനെ കേട്ടിട്ട് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. മൂപ്പര് പറഞ്ഞു, ഈ ദുന്യാവിൽ ആരെ തോൽപ്പിച്ചാലും സിദ്ദീഖിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. കാരണം ഉസ്മാൻ റളിയല്ലാഹുവിന് 7,000 ദിർഹംസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും പെരയിലുള്ളതിൻ്റെ പകുതിയാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിന് ചില്ലറ പൈസന് കൊടുക്കുന്നതെന്നുള്ളത് ശരിയാണ്, പക്ഷേ വീട്ടിലുള്ളത് മുഴുവനുമാകുന്നു എന്നതാണ് പ്രത്യേകത. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ. അപ്പോൾ വെള്ളിയാഴ്ച സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പേര് ഇങ്ങനെ കേൾക്കുമ്പോൾ മൂപ്പരെ താരീഖ് കൽബിക്ക് വരണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ പേര് കേൾക്കുമ്പോൾ കൽബിലേക്ക് വരണം. ഒരു ദിവസം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒരു ഈത്തപ്പന തോട്ടത്തിലെത്തി. എവിടെ നിന്നോ കച്ചവടം കഴിഞ്ഞ് മടങ്ങി വരുന്ന ഒരു സംഘം ആളുകൾ ആ ഈത്തപ്പന തോട്ടത്തിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, സഹോദരങ്ങളെ നിങ്ങൾക്ക് വല്ല ആവശ്യവുമുണ്ടോ? അവർ പറഞ്ഞു, ഞങ്ങൾ വെള്ളമില്ലാതെ വലിയ വിഷമത്തിലാണ്, അല്പം വെള്ളം കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? മൂപ്പര് പറഞ്ഞു, ഇവിടെ വെള്ളം പ്രയാസം തന്നെയാണ്, ഞാനൊന്ന് നോക്കട്ടെ, നിങ്ങളടുത്ത് തോൽപാത്രമുണ്ടോ എന്ന് ചോദിച്ചു. തോൽപാത്രം ഉണ്ടോ ചോദിച്ചു. തോൽപാത്രം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നൊരു പാത്രമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അജ്മീർ പോയാൽ കാണും, അവിടെ ഉണ്ട് ആൾക്കാരിങ്ങനെ ഹൗദക്ക് വെള്ളം കൊടുന്ന് പോരും തോൽപാത്രത്തിൽ. ഒരാടിനറുക്കുക, ഒരാടിനറുത്തിട്ട് അതിൻ്റെ തോല് മൊത്തത്തിൽ ഇങ്ങനെ കീച്ചുക, ഊറക്കിട്ട് ശുദ്ധിയാക്കുക, എന്നിട്ട് ഓട്ടമുള്ളവർക്കൊക്കെ തുന്നി അടക്കുക, എന്നിട്ടൊരു കാല് മാത്രം ഇങ്ങനെ ബാക്കി നിർത്തുക, വെള്ളം ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നിറക്കുക. നിറയണതിനനുസരിച്ച് പാത്രം ഇങ്ങനെ വലുതാവും. എന്നിട്ട് പിന്നെ വെള്ളം വേണമെന്ന് തോന്നുമ്പോൾ ഒരു കാല് കെട്ടിയിട്ടുണ്ടാവും, മടക്കി വെച്ചാണ്ട് കെട്ടിയിട്ടുണ്ടാവും. അത് കെട്ടയച്ച് വിട്ടാൽ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇങ്ങനെ വരും. ഇതാണ് തോൽപാത്രം. എങ്ങനെ ഇത് പറഞ്ഞുതരാൻ കഴിയുള്ളൂ. ഇനി ഇതിലേറെ ഉഷാറായിട്ട് നിങ്ങൾക്ക് വേറെ ആരെങ്കിലും പറഞ്ഞു തരുമെങ്കിൽ ഓലിരുന്ന് കേട്ടോളി. ഇതാണ് തോൽപാത്രം എന്ന് പറഞ്ഞ സാധനം. തോൽപാത്രം ഉണ്ടോ എന്ന് ചോദിച്ചു. തോൽപാത്രം ഉണ്ടോ ചോദിച്ചു. ഉണ്ട് പറഞ്ഞു, തെരി പറഞ്ഞു, കൊടുത്തു. മൂപ്പരിങ്ങനെ പോയി, കുറേ ദൂരം പോയി, നേരെ ഒരുപാട് കഴിഞ്ഞു. വെള്ളവും ഇല്ല, തോൽപാത്രവും ഇല്ല, ആളും ഇല്ല. കച്ചവടക്കാർക്ക് മനസ്സിലായി നമ്മളുള്ള തോൽപാത്രം പോയി. കഫ്റ്റീരിയ തുടങ്ങാൻ വേണ്ടി പൈസ കൊടുത്ത മാതിരിയായി. ഗൾഫിലായി അങ്ങനെയല്ല, ഗൾഫിൽ കഫ്റ്റീരിയ കൊടുക്കാൻ പൈസ കൊടുത്താൽ പിന്നെ ഇങ്ങോട്ട് മടക്കില്ല, കൊടുക്കലേ ഉള്ളൂ, തിരിച്ചില്ല എന്ന മാതിരിയായി. മടങ്ങിയില്ല, വരുന്നില്ല. അപ്പോൾ വിചാരിച്ചു സംഗതി വരില്ല, ആൾ പോയി, നമ്മളുള്ള തോൽപാത്രം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു. പക്ഷേ കുറേ സമയം കഴിഞ്ഞു. കുറേ സമയം കഴിഞ്ഞപ്പോൾ ദൂരെ നിന്ന് ആൾ വരുന്നത് കണ്ടു. വന്നിട്ട് വെള്ളം പാത്രം ഇറക്കി വെച്ച് കൊടുത്തപ്പോൾ
കച്ചവടക്കാർ പറഞ്ഞു, ഞങ്ങളെ ഇവിടെ വന്ന് പാർക്കാനൊരു കാരണമുണ്ട് പറഞ്ഞു. എന്ത് ചോദിച്ചു? ഇത് അമീറുൽ മുഅ്മിനീൻ എന്ന പേരിൽ പ്രസിദ്ധനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണമുള്ള നാടാണ് എന്നറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് പാർത്തത്. ഇവിടെ ഭക്ഷണത്തിനും വെള്ളത്തിനും വിഷമമുണ്ടാവില്ല, കൊള്ളക്കാരെ ഭയപ്പെടേണ്ടതില്ല എന്നാണ് ഞങ്ങൾ അറിവ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് താമസിച്ചതാണ്. പക്ഷേ ഞങ്ങളിവിടെ വെള്ളമില്ലാതെ കണ്ട് ഇടങ്ങാറായിട്ട് മരിക്കാനായി. ഇങ്ങൾ വന്നുങ്ങാണ്ട് തുള്ളി വെള്ളം കൊടുന്നു തന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുമായിരുന്നില്ല പറഞ്ഞു. ഈ വന്നത് ഉമർ ഖത്താബാന്ന് ഓൽക്കും മനസ്സിലായിട്ടില്ല. നിങ്ങൾ വന്നിട്ട് തുള്ളി വെള്ളം കൊടുന്നതുകൊണ്ട് ഞങ്ങളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, ഞങ്ങൾ നാളെ നേരം വെളുത്ത് കുറച്ച് കഴിഞ്ഞിട്ടേ പോകുള്ളൂ പറഞ്ഞു. അതെന്താ ചോദിച്ചു? ഉമർ ഖത്താബിനൊന്ന് കണ്ടുകാണ്ട് ഈ വിവരം പറയണം, എന്നിട്ടേ പോവുള്ളൂ പറഞ്ഞു. ആയിക്കോട്ടെ, നിങ്ങൾ എന്നിട്ട് പോയാൽ മതി പറഞ്ഞു. മൂപ്പര് രാവിലെ പള്ളിക്കൊക്കെ പോയപ്പോൾ വിരുന്ന് പോകുമ്പോൾ ഇടുന്ന ഒരു കോട്ടുണ്ട്, വലിയൊരു രോമത്തിൻ്റെ കുപ്പായ, എടുത്തുങ്ങാണ്ട് മേത്ത് കൂടി ഇട്ടു. എന്നിട്ട് പള്ളിയിൽ പോയി സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ആ ചെരുവിൽ ഇങ്ങനെ ഇരുന്നു കുപ്പായ ഇട്ടുങ്ങാണ്ട്. അതിൽ കച്ചവടക്കാർ വന്നിട്ട് 4 ഡയലോഗാണ്. വല്ല അമീറുൽ മുഅ്മിനീനാണ്, ഉമർ ഖത്താബാണ്. ഇവിടെ നാട്ടിലെ എല്ലാവർക്കും വലിയ സുഖാന്നാണ് കേട്ടത്. ഞങ്ങളാ ഈത്തപ്പനത്തോട്ടത്തിൽ വന്ന് കുടുങ്ങിയിട്ടേ തുള്ളി വെള്ളം കൊടുന്നേരാൻ ഒരാളില്ല. അവസാനം ഒരു ചെറുപ്പക്കാരൻ ചങ്ങായി വന്നുകൊണ്ട് ശേഷം വെള്ളം കൊടുന്നതുകൊണ്ട് ജീവൻ നിലനിൽക്കുന്നുണ്ട്, വലിയ ആളാന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരുന്നാൽ മതി എന്ന് 4 ഡയലോഗ്. മലയാളത്തിലാക്കുമ്പോൾ അങ്ങനെയാണ്, അറബിയിലാകുമ്പോൾ അങ്ങനെയല്ല ഉണ്ടാവുക, നിങ്ങൾക്ക് അറിയാലോ. മലയാളത്തിലാകുമ്പോൾ അതിൻ്റെ ഒരു കോലത്തിലാക്കണ്ടേ, അങ്ങനെ ആക്കിയതാണ്. ഇങ്ങനെ 4 വർത്താനാണ് പറഞ്ഞു. ഏറ്റവും ചുരുങ്ങിയത് ചുരുക്കി കൂട്ടാം, ഇന്നലെ രാത്രിയാ വന്നത് ഞാൻ തന്നെയായിരുന്നു. നിങ്ങൾ ആരോടും വിവരമൊന്നും പറയരുത്, എനിക്ക് വേണ്ടി ദോരന്നാ മതി എന്നെങ്കിലും പറയില്ലേ, അതും പറഞ്ഞില്ല എന്നതാണ് ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ പ്രത്യേകത. ഓലൊപ്പം നിന്നുകാണ്ട് ഫോട്ടോ എടുത്തുകാണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റർ അവിടെ നിൽക്കട്ടെ, അത് പിന്നെ അടുത്ത പരിപാടി, അത് ഒഴിവായിക്കളി, അതില്ല എന്ന് വെക്കുക. ചുരുക്കി കൂട്ടിയാൽ ഇന്നലെ രാത്രി വന്നത് നമ്മൾ തന്നെ ആയിരുന്നു, നിങ്ങൾ ആരോടും കാര്യമായിട്ട് വിവരമൊന്നും പറയാൻ നിൽക്കണ്ട, ഒന്ന് ദോരക്കൊണ്ടു എന്നെങ്കിലും പറയണ്ടേ, അതും പറഞ്ഞില്ല എന്നതാണ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത. അടുത്ത വെള്ളിയാഴ്ചയെങ്കിലും ഖത്തീബ് മൂപ്പരെ പേര് പറയുമ്പോൾ ഈ ചരിത്രം കൽബിലേക്ക് വരണം. മൂന്നാമത്തെ മുത്തഖിയായ മനുഷ്യൻ്റെ പേര് പറയുന്നുണ്ട് വെള്ളിയാഴ്ച, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഖുർആനെ ഒരുമിച്ച് കൂട്ടിയ ആൾ, സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ് എന്ന് ചരിത്രം വിശേഷിപ്പിച്ച ആളാണ് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ. സമാധാനത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറായി. മഹാനവറുകളുടെ ഭരണകാലത്ത് പട്ടാളക്കാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഒരു ഗവർണറുടെ കാര്യത്തിലാണ് തുടങ്ങിയത്, അത് പിന്നെ പട്ടാളക്കാരിലേക്ക് അഭിപ്രായ വ്യത്യാസം വ്യാപിച്ചു. അങ്ങനെ ഗവർണറെ വിചാരണ നടത്താതെ പുറത്താക്കണം എന്ന് അവർ വാദിച്ചു. വിചാരണ നടത്താതെ പുറത്താക്കാൻ തയ്യാറല്ല എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അങ്ങനെ രംഗം വഷളായി. അവസാനം ശത്രുക്കൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ പ്ലാൻ ചെയ്തു. ശത്രുക്കൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നുന്നു വേറെ ആരെങ്കിലും ഇക്കാരെന്ന്, മാപ്പിളാരനെയാണ്. ശത്രുക്കൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നുന്ന ആരെങ്കിലും ഇക്കാരെന്ന്, മാപ്പിളാരനെയാണ്. ഓല് വന്നാണ്ട് പറഞ്ഞു, ഞങ്ങളെ നാട്ടിലെ ഗവർണർ ശരിയല്ല, അയാളെ മാറ്റണം എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുറ്റാരോപിതനായ ആളെ വിചാരണ നടത്താതെ തീരുമാനം കഴിയില്ല പറഞ്ഞു. വന്നവർ പറഞ്ഞു, വിചാരണക്കൊന്നും ഒഴിവില്ല, ഇപ്പം തന്നെ തീരുമാനമാണെന്ന് പറഞ്ഞു. അങ്ങനെ തീരുമാനിക്കാൻ പറ്റൂല, വിചാരണ കഴിഞ്ഞേ തീരുമാനം പറ്റുള്ളൂ പറഞ്ഞു. ഇപ്പം തീരുമാനം ഇല്ലെങ്കിൽ കമ്മിറ്റി വേണ്ട, പിരിച്ചുവിട്ടാളി പറഞ്ഞു. ഒരു വന്നവർ തയ്യാറായില്ല. അങ്ങനെ പ്രശ്നം ഉണ്ടായത്. അവസാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ലെറ്റർ പേഡ് കട്ടെടുത്തിട്ട് അതേമാതിരി അടിച്ചു. വേറെ ലെറ്റർ പേഡ് മൂപ്പരെ പേരൊക്കെ വെച്ചിട്ട് ലെറ്റർ പേഡ് ഉണ്ടാക്കി, കത്തുണ്ടാക്കി. പട്ടാളക്കാർക്ക് കത്തെഴുതി. 1999 ആഗസ്റ്റ് മാസം 24-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് എല്ലാ പട്ടാളക്കാരും മദീനയിൽ എത്തിച്ചേരേണ്ടതാകുന്നു എന്ന്. ഡേറ്റും സമയമൊക്കെ സാങ്കല്പികമാണ്. ഇങ്ങനെയാണ് കത്ത്. ഒരു ഡേറ്റ് ഒരു സമയമൊക്കെ വെച്ചിട്ട് ഇന്ന സമയത്ത് എല്ലാവരും പട്ടാളക്കാരും മൊത്തം മദീനയിൽ എത്തണം എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുതും പോലെ കത്ത് എഴുതിയിട്ട് അടിയിൽ മൂപ്പരെ പേരെഴുതി ഒപ്പിട്ട് കണ്ട് സീലും വെച്ച് കണ്ട് അയച്ചു. പട്ടാളക്കാർ ശരി തന്നെയെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി മദീനത്തേക്ക് വന്നു. എല്ലാവരും മദീനയിൽ വന്ന് തമ്പടിച്ചതിന് ശേഷം ചെറിയൊരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടാക്കിയാലും മൊത്തം അടിച്ചാണ് തീർന്നോളും. അതാണ് പദ്ധതി ഇട്ടത്. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, യുദ്ധത്തിന് സമ്മതം തരുമോ എന്ന് ചോദിച്ചു. തരൂലാർന്നു. അതുകൊണ്ടാണ് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ് എന്ന് മഹാനവറുകൾ വിശേഷിപ്പിക്കപ്പെടാനുണ്ടായ കാരണം. സമ്മതം തരൂലാർന്നു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഈ പെരൻ്റെ ബാക്കിൽ കൂടെ ചെറിയൊരു വഴി ഉണ്ടാക്കി തരാം, നിങ്ങൾ അതിൽ കൂടെ പുറത്ത് കടന്നിട്ട് മക്കയിൽ പോയി ജീവിക്കുമോ എന്ന് ചോദിച്ചു. പോലാർന്നു.
വേണ്ട, നിങ്ങളായിക്കൂടെ പുറത്ത് പോയിട്ട് കൂഫയിൽ പോയി അവിടെ ഇരുന്ന് ഭരിക്കുമെന്ന് ചോദിച്ചു. പോകൂലായിരുന്നു. അള്ളാൻ്റെ റസൂൽ അന്തി ഉറങ്ങുന്ന മദീന വിട്ട് ഞാൻ എവിടേക്കും പോകൂല എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിന്നു. ശത്രുക്കൾ മതിൽ എടുത്തു ചാടി. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കയ്യിന് വെട്ടി. അങ്ങനെ മുസാബ് താഴെ ഇട്ടു. മുസാബ് താഴെ വീണു. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കഴുത്തിന് വെട്ടി. രക്തം ഒഴുകി. മഹാനവറുകൾ കിടന്നു. നോമ്പുകാരനായിരുന്നു. മഗ്രിബ് നിസ്കാരത്തിൻ്റെ സമയമായി. മഗ്രിബ് വാങ്കിൻ്റെ സമയമായപ്പോൾ മദീനത്തെ പള്ളിയുടെ മിനാരത്തിൻ്റെ ഭാഗത്ത് നിന്ന് മുത്തുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതുപോലെ, പോലെ എന്ന് പറയാൻ പറ്റൂല, നബി തങ്ങളുടെ ശബ്ദം കേട്ടു. ഉസ്മാനെ, വെള്ളം വേണോ എന്ന് ചോദിക്കുന്നത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിക്കുടിച്ച് നോമ്പ് തുറന്നു വഫാത്തായി ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതാണ് മൂന്നാമത്തെ മുത്തഖി എന്ന് പറഞ്ഞത്. ഒരു കാരണം ഉണ്ട്. എന്താ വെച്ചാൽ നബി തങ്ങളുടെ ഒരു മകൾ റുഖിയ ബീവിയെ ഉസ്മാൻ റളിയല്ലാഹുവിന് കല്യാണം കഴിച്ചു. ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് റുഖിയ ബീവി വഫാത്തായി. പിന്നെ ഉമ്മു കുൽസൂമിനെയും കല്യാണം കഴിച്ചു. ഉമ്മു കുൽസൂമും ദീർഘകാലം ജീവിച്ചില്ല. ഉമ്മു കുൽസൂമും വഫാത്തായപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, എനിക്കിനി ഒരു മകളെയും കൂടിയും കെട്ടിക്കാണെങ്കിൽ അതും കൂടി ഞാൻ ഉസ്മാൻ എന്നെ കെട്ടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. എന്താ കാരണം എന്നറിയങ്ങൾ? ഉസ്മാൻ റളിയല്ലാഹുവിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. സ്വഹാബ, യുദ്ധത്തിന് പോവുകയാണ് നമ്മൾ, അതുകൊണ്ട് എല്ലാവരും നല്ലോണം പൈസ തരണം. നമ്മൾ പോയില്ലെങ്കിൽ ശത്രുക്കൾ മദീനയിലേക്ക് വരും. അപ്പോൾ മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യം അപകടത്തിലാവും. അതുകൊണ്ട് നമ്മൾ എന്തായാലും യുദ്ധത്തിന് പോകൽ നിർബന്ധമാണ്. പക്ഷെ നമ്മളടുത്ത് പൈസ ഇല്ല. അതുകൊണ്ട് എല്ലാവരും പൈസ തരണം എന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അള്ളാൻ്റെ റസൂലെ, 100 ഒട്ടകവും ആ 100 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാറ്. ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹുവിന് ഇരുന്നു. നബി തങ്ങൾ വീണ്ടും പ്രസംഗിച്ചു, സ്വഹാബ, യുദ്ധത്തിന് പോകൽ നിർബന്ധമാണ്, എല്ലാവരും കാര്യമായിട്ട് സഹായിക്കണം എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹുവിന് രണ്ടാമവും നീച്ചിട്ട് പറഞ്ഞു, നബിയെ, 100 ഒട്ടകങ്ങളും ആ 100 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാം എന്ന് പറഞ്ഞു. ഇരിക്കുകയായിരുന്നു. ഇരുന്നു. ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വാപ്പാക്ക് കുറേ സ്വത്ത് ഉണ്ടാവും ഈ കാര്യം, അതിന് 30 സെൻറ്റ് വിറ്റ് കൊടുത്തത് ഈ കാര്യം. അല്ല, മക്കത്തുനിന്നേ 2 കാല് ഊരമ്മ വെച്ചിട്ടിങ്ങാണ്ട് കയ്യും വീശിയിട്ട് ഇങ്ങോട്ട് പോകുന്ന ആളാണ് ഉസ്മാൻ റളിയല്ലാഹു. മുഹാജിറാണ്. പിന്നെ എന്തേ സംഗതി? കൊടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ പൈസ ഉണ്ടാവും. മനസ്സില്ലെങ്കിൽ പോക്കറ്റിക്ക് ഇങ്ങനെ ഊതാന്നല്ലാതെ കൊടുക്കാൻ പറ്റിയ നോട്ട് കാണൂല. എൻ്റെ മൂത്താപ്പ ഒരിക്കലൊരു തമാശ പറഞ്ഞേ. എൻ്റെ ഇപ്പം അത്യാവശ്യം വയത് തരും. മൂത്താപ്പക്ക് തീരെ വയത് തരാൻ വയ്യ. ബാക്കവിയാണ്, ഒരു കൊല്ലം മുദ്രിസിരുന്നു. അള്ളാഹു അവരുടെ ഖബർ സ്വർഗ്ഗം ആയി കൊടുക്കട്ടെ. മൂത്താപ്പ ഒരു തമാശ പറഞ്ഞു, ഖുർആൻ മൊത്തം തിരഞ്ഞിട്ടും വയത് തരാൻ പറ്റിയൊരു ആയത്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞു. എന്ന മാതിരി ദാനശീലം ഇല്ലെങ്കിൽ പോക്കറ്റിക്ക് ഊതുക എന്നല്ലാതെ കൊടുക്കാൻ പറ്റിയൊരു നോട്ടാണ് കാണൂല. അതേ സമയത്ത് ദാനശീലം ഒരാൾക്കുണ്ടെങ്കിൽ കിട്ടുന്നതൊക്കെ കൊടുക്കാൻ പറ്റിയത് ഇക്കാരം. അതാണ് വ്യത്യാസം. ഇത് ഉസ്മാൻ റളിയല്ലാഹുവിന് ഉണ്ടായിരുന്നു എന്നതാണ്. പെൺകുട്ടിയൊക്കെ കല്യാണം ആലോചിക്കുമ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് ദാനശീലം ഉള്ള ആളാണോ അല്ലയോ എന്നാണ്. ദാനശീലം ഉണ്ടോ ഇല്ലയെന്ന് എങ്ങനെ മനസ്സിലാകുക? അതിന് അടയാളങ്ങളൊക്കെ കുറേ ഉണ്ട്. ഇപ്പം അങ്ങനെ പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. അതാണ് അടയാളമുണ്ട്. അതൊക്കെ നമ്മൾ പെരേക്ക് ചെന്നാൽ തന്നെ മനസ്സിലാവും ദാനശീലം ഉള്ള ആളാണോ ഇല്ലാത്ത ആളാണോ എന്നൊക്കെ. ഏത് പേരെ ചെന്നാലും മനസ്സിലാവും. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, റുഖിയ ഉമ്മു കുൽസൂം വഫാത്തായപ്പോൾ എനിക്കിനി ഒരു മോളെയും കൂടി കെട്ടിക്കാണ്ടെങ്കിൽ അതും കൂടി ഞാൻ ഉസ്മാന് തന്നെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഇതാണ് മൂന്നാമത്തെ മുത്തഖിയായ മനുഷ്യൻ. നാലാമത് ഖതീബ് ഒരു മുത്തഖിയും കൂടിയും പറയും, സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. നന്നേ ചെറുപ്പം മുതൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹവസിച്ച ആൾ. ഞാൻ ഇൽമിൻ്റെ പട്ടണവും അലി അതിലേക്കുള്ള വാതിലുമാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ആൾ. ഇങ്ങനെ അതുകൊണ്ട് സ്വാലിഹീങ്ങൾ, മുത്തഖീങ്ങൾ, സജ്ജനങ്ങൾ എന്നിവരെക്കുറിച്ച് പറയുന്നത് അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിന് സന്ദേശമാവാൻ വേണ്ടിയും അവരെപ്പോലെ ആകാനുള്ള ആഗ്രഹമുണ്ടായിത്തീരുന്നതിന് വേണ്ടിയുമാണ്. അങ്ങനെയുള്ള ഒരു നല്ല മനസ്സ് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന് വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ദീർഘിച്ച് സംസാരിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ബക്കറ്റിലൊക്കെ എല്ലാവരും സഹായിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വല്ലാതൊന്നും കൊടുക്കുന്നത് കണ്ടിട്ടില്ല. എന്തായാലും ഇനി നാളെയും മറ്റന്നാളൊക്കെ പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കാര്യമായിട്ട് സഹായിച്ച് സംഘാടകരെ നിരാശപ്പെടുത്താത്ത തരത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഷെയ്ഖുനായുടെ മദദ് ഫൈലാനിലെ നമ്മളിലേക്ക് വർഷിപ്പിച്ചു തരട്ടെ. എന്തായാലും അഹ്ലുൽ ഇൽമിൻ്റെയും അഹ്ലുൽ മഅരിഫത്തിൻ്റെയും ഇടയിൽ വളരെ വലിയ നിലയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ് മഹാനായ ഷെയ്ഖുന അവറുകൾ. അതുകൊണ്ട് തന്നെ വലിയ ദർജ മഹാനവറുകൾക്കുണ്ട് എന്നാണ് നമ്മുടെ പരിമിതമായ ഇൽമുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്
ആ മഹാനുഭാവൻ്റെ കൂടെ നമ്മളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ആമീൻ.